ഹായ്, എലിസബത്താണ്. ആക്ച്വലി കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ മെസ്സേജുകളും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പിയാണോ, സേഫാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അന്വേഷിക്കണം എന്നൊക്കെ. സോറി, ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു. നിങ്ങൾ സീരിയസ്ലി കൺസേൺ ആയിട്ടുള്ള കാരണമാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അന്വേഷിക്കണേന്ന് അറിയാം. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കുറേ സ്റ്റെപ്സുകൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം നല്ലതായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് സീരിയസ്ലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ചെയ്തത് ഇത്ര ദിവസം വീഡിയോ ഇടാതിരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. സോറി. ഞാൻ മെസ്സേജുകൾ കാണുന്നുണ്ടായിരുന്നു. ഇത്തിരി ഇടാത്തതിൽ ഇത്തിരി കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. സോറി. നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള കൺസേണിന് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രേയേഴ്സ് പ്രതീക്ഷിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പടി നമസ്കാരം. ആദ്യമേ നമ്മുടെ ചാനൽ ബാല കോകില ചാനലിൽ ഒരു പോസിറ്റീവ് കാര്യം ഞാൻ പറയാൻ പോകുന്നു. ഇന്ന് കോകില ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബാലയും മുൻഭാര്യ എലിസബത്തും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരുന്നത്. എന്നാൽ ബാല പിന്നീട് കേസിന് പോവുകയും എലിസബത്തിൻ്റെ യാതൊരു വിവരവും കുറച്ച് ദിവസങ്ങളായി ഇല്ലാതിരുന്നു. ഇപ്പോഴിത് എലിസബത്ത് പുതിയ വിവരങ്ങളുമായി എത്തിയിരിക്കുകയാണ്. ഇത് എലിസബത്തിനെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമുള്ള വാർത്ത തന്നെയാണ്.